ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ഒന്നാമത്തെ കവിതയായ മൻ കെ ഭോലെ ഭാലെ ബാദൽ മനസ്സിലാക്കാം. മൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. മനസ്സുകൊണ്ട്. ഭോലെ ഭാലെ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കനായ. ബാദൽ, ബാദൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ്, മേഘങ്ങൾ. മനസ്സുകൊണ്ട് നിഷ്കളങ്കനായ മേഘം. ജബ്ബർ ജബ്ബർ ബാലോ വാലെ गुब्बारे से गालों वाले लगे दौड़ने आसमान में झूम झूम कर काले बादल. कुछ जोकर से तोंद फुलाए, कुछ हाथी से सूंड उठाए, कुछ ऊँटों से कूपड़ वाले, कुछ परियों से पंख लगाए. ജബ്ബർ ജബ്ബർ ബാലോ വാലെ. ബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുടി. ജബ്ബർ ജബ്ബർ എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീണ്ടു കിടക്കുന്ന നല്ല ചുരുണ്ട മുടി, കേളി ഹെയർ. കേളി ഹെയർ ഉള്ള ഒരു കുട്ടിയായിട്ടാണ് കവി ഇവിടെ മേഘത്തെ കണ്ടിരിക്കുന്നത്. ഈ കവിതയിൽ കവി മേഘത്തെ മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും ഒക്കെയാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കവി എന്താണ് പറയുന്നത്? നല്ല നീണ്ട ചുരുണ്ട മുടിയുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീണ്ടു കിടക്കുന്ന ചുരുണ്ട മുടിയുള്ള ഒരു കുട്ടിയായിട്ടാണ്, കുട്ടി പോലെയാണ് മേഘം എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഗുബ്ബാരെ സെ ഗാലോം വാലെ. ഗുബ്ബാര എന്ന് പറഞ്ഞാൽ എന്താണ്? ബലൂണ്. ബലൂണ് പോലെയുള്ള ഗാൽ. ഗാൽ എന്ന് പറഞ്ഞാൽ കവിള്. ബലൂണ് പോലെയുള്ള കവിളുള്ള ഒരു കുട്ടിയാണ് എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മേഘത്തെക്കുറിച്ച്. ലഗേ ദൗഡ്നെ ആസ്മാൻ മേ. ദൗഡ്ന എന്ന് പറഞ്ഞാൽ ഓടിക്കളിക്കുക. ആസ്മാൻ, ആകാശം. ഈ മേഘം ആകാശത്തിൽ ഓടിക്കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ജൂം ജൂം കർ കാലേ ബാദൽ. ജൂം ജൂം കർ എന്ന് പറഞ്ഞാൽ ആടി ആടി, നല്ല സന്തോഷത്തോടു കൂടി ആടി ആടി. കാലേ ബാദൽ എന്ന് പറഞ്ഞാൽ കാർമേഘം. കാർമേഘം ആകാശത്തിൽ ഓടി കളിക്കുകയാണ്. കവി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജബ്ബർ ജബ്ബർ ബാലോ വാലെ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീണ്ടു കിടക്കുന്ന കട്ടിയുള്ള ചുരുണ്ട മുടിയുള്ള കുട്ടിയാണ് ഈ മേഘം. ഗുബ്ബാരെ സെ ഗാലോ വാലെ. ബലൂണ് പോലെ വീർത്ത കവിളുകളുള്ള ഒരു കുട്ടിയാണ് മേഘം. ലഗേ ദൗഡ്നെ ആസ്മാൻ മേ. എന്നിട്ട് ആകാശത്തിൽ ഓടിക്കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ജൂം ജൂം കർ കാലേ ബാദൽ. നൃത്തം ചെയ്തുകൊണ്ട്, ആടി ആടിക്കൊണ്ട് ഈ കാർമേഘം ആകാശത്തിൽ ഓടിക്കളിക്കുകയാണ്. ജബ്ബർ ജബ്ബർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീണ്ടു കിടക്കുന്ന കട്ടിയുള്ള ചുരുണ്ട മുടി, കേളി ഹെയർ. ബാൽ, ഹെയർ, മുടി. ഗുബ്ബാര, ബലൂൺ. ഗാൽ, കവിള്. ദൗഡ്ന, ഓടുക. ആസ്മാൻ, ആകാശം. ജൂം ജൂം കർ എന്ന് പറഞ്ഞാൽ ആടി ആടി, അതായത് നൃത്തം ചെയ്തുകൊണ്ട്. കാലേ ബാദൽ, കാർമേഘം. കുച്ച് ജോക്കർ സെ തോന്ത് ഫുലായെ. ചില മേഘങ്ങൾ ജോക്കറിനെ പോലെ. ജോക്കർ എന്ന് പറഞ്ഞാൽ കോമാളി. കോമാളിയെ പോലെ വയറ് വീർപ്പിച്ചുകൊണ്ടുള്ളവയാണ്. തോന്ത് എന്ന് പറഞ്ഞാൽ വയറ്. ഫുലാന, വീർപ്പിക്കുക. ചില മേഘങ്ങൾ ജോക്കറിനെ പോലെ വയറ് വീർപ്പിച്ചു കൊണ്ടുള്ളവയാണ്. കുച്ച് ഹാത്തി സെ സൂണ്ട് ഉഠായെ. ചില മേഘങ്ങൾ ഹാത്തി. ഹാത്തി എന്ന് പറഞ്ഞാൽ എലിഫൻ്റ്, ആന. ആനയെപ്പോലെ ട്രങ്ക്. സൂണ്ട് എന്ന് പറഞ്ഞാൽ ട്രങ്ക്, തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ടുള്ളവയാണ്. കുച്ച് ഊണ്ടോ സെ കൂപ്പിട് വാലെ. ചില ക്ലൗഡ്സ് ക്യാമലിനെ പോലെ. ഊണ്ട് എന്ന് പറഞ്ഞാൽ ക്യാമൽ. ക്യാമലിനെ പോലെ കൂപ്പിട് വാലെ. കൂപ്പിട് എന്ന് പറഞ്ഞാൽ ഹമ്പ്, ക്യാമലിൻ്റെ ഹമ്പ്. ഒട്ടകത്തിൻ്റെ ഉയർന്നു നിൽക്കുന്ന പുറംഭാഗം, അത് ഉള്ളവയാണ് ചില ക്ലൗഡ്സ്. കുച്ച് പരിയോ സെ പങ്ക് ലഗായ. ചില ക്ലൗഡ്സിന് പരി. പരി എന്ന് പറഞ്ഞാൽ മാലാഖമാർ. മാലാഖമാരെ പോലെ ചിറകുള്ളവയാണ് ചില ക്ലൗഡ്സ്. കവി എന്താണ് പറയുന്നത്? ചില മേഘങ്ങൾ ജോക്കറിനെ പോലെ വയറ് വീർപ്പിച്ചു കൊണ്ടുള്ളവയാണ്. ചില മേഘങ്ങൾ ആനയെപ്പോലെ തുമ്പിക്കൈ ഉയർത്തിക്കൊണ്ടുള്ളവയാണ്, ട്രങ്ക് ഉയർത്തിക്കൊണ്ടുള്ളവയാണ്. ചില മേഘങ്ങളോ ക്യാമലിനെ പോലെ ഹമ്പ് ഉള്ളവയാണ്. ചിലവയ്ക്ക് മാലാഖമാരെ പോലെ ചിറകുമുണ്ട്, വിങ്സും ഉണ്ട്. ജോക്കർ എന്ന് പറഞ്ഞാൽ ജോക്കർ, കോമാളി. തോണ്ട്, വയറ്. ഫുലാന, വീർപ്പിക്കുക. ഹാത്തി, ആന. സൂണ്ട്, ട്രങ്ക്, തുമ്പിക്കൈ. ഊണ്ട്, ക്യാമൽ. കൂബഡ്, ഹമ്പ്. പരി, മാലാഖ. പങ്ക്, ചിറക്. आपस में टकराते रह रहे शेरों से मतवाले बादल. ആപ്പസ് മേ, തമ്മിൽ തമ്മിൽ. ടക്കരാത്തെ, ടക്കരാന എന്ന് പറഞ്ഞാൽ കൂട്ടിമുട്ടുക. തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടുന്നു. വീണ്ടും വീണ്ടും തമ്മിൽ തമ്മിൽ മേഘങ്ങൾ കൂട്ടിമുട്ടുന്നു. ഷേറോൻ സെ മത്വാലെ ബാദൽ. ഷേർ എന്ന് പറഞ്ഞാൽ സിംഹം.
സിംഹത്തെ പോലെ. മത്വാലെ എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതായത് മേഘം ആകാശത്തിന് മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കളിക്കുന്നു, തന്നെ ഇഷ്ടം കാണിക്കുന്നു. ഷേറോൻ സെ മത്വാലെ ബാദൽ, സിംഹത്തെ പോലെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് മേഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ക്ലൗഡ്സ് എന്താണ് ചെയ്യുന്നത്? തമ്മിൽ കൂട്ടിമുട്ടുന്നു. സിംഹത്തെ പോലെ ആരെയും പേടിയില്ലാതെ ആകാശത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. कुछ तो लगते हैं तूफानी, कुछ रह रह करते शैतानी, कुछ अपने तैलों से चुपके झर 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 बरसाते पानी, नहीं किसी की सुनते कुछ भी, ढोलक ढोल बजाते बादल. कुछ तो लगते हैं तूफानी. തൂഫാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുങ്കാറ്റ്. തൂഫാനി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുങ്കാറ്റ് കൊണ്ടുവരുന്നത് പോലെ, കൊടുങ്കാറ്റ് നിറച്ച് കൊണ്ടുവരുന്ന പോലെ തോന്നും. ചില ക്ലൗഡ്സൊക്കെ കൊടുങ്കാറ്റുമായിട്ട് വരുന്നത് പോലെ തോന്നും. കുച്ച് രഹ കർത്തെ ഷെയ്ത്താനി, ചില മേഘങ്ങൾ വീണ്ടും വീണ്ടും ഷെയ്ത്താനി. ഷെയ്ത്താനി എന്ന് പറഞ്ഞാൽ വികൃതി കാണിച്ചു കൊണ്ടേയിരിക്കും. അതായത് കൊടുങ്കാറ്റും ശക്തമായ മഴയുമൊക്കെ ഉണ്ടായാൽ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറന്നു പോകും. അങ്ങനെ ക്ലൗഡ്സ് വികൃതിയും കാണിക്കുന്നു, എല്ലാത്തിനും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. കുച്ച് അപ്നെ തൈലോസെ ചുപ്പകെ, ചില ക്ലൗഡ്സോ അപ്നെ തൈലോസെ, തൈലി എന്ന് പറഞ്ഞാൽ ബാഗ്, തൻ്റെ ബാഗിൽ ചുപ്കെ ഒളിപ്പിച്ചുകൊണ്ട്, ജർ 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 ബർസാത്തെ പാനി, അതായത് തൻ്റെ ബാഗിൽ ഒളിപ്പിച്ചുകൊണ്ട് ചില ക്ലൗഡ്സ് വെള്ളം കൊണ്ടുവരുന്നു, എന്നിട്ട് മഴ പെയ്യിക്കുന്നു. കവി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചില ക്ലൗഡ്സ് ഒരുപാട് ബാഗുകളുമായിട്ടാണ് വരുന്നത്. ഒരുപാട് വെള്ളം നിറച്ച ബാഗുകളുമായിട്ട് വന്നിട്ട് നമ്മുടെ മുകളിൽ മഴ പെയ്യിക്കുന്നു. ബർസാന എന്ന് പറഞ്ഞാൽ മഴ പെയ്യിക്കുക. നഹി കിസി കി സുൻതേ കുച്ച് ഭി, ഢോലക് ഢോൽ ബജാത്തെ ബാദൽ. നഹി കിസി കി സുൻതേ കുച്ച് ഭി, ക്ലൗഡ്സ് ആര് പറയുന്നതും കേൾക്കാറില്ല, സ്വന്തം ഇഷ്ടം മാത്രമാണ് നടത്തുന്നത്. ഢോലക് ഢോൽ ബജാത്തെ ബാദൽ, ഢോലക് എന്ന് പറഞ്ഞാൽ ചെണ്ട, ഢോലക് ഢോൽ ബജാത്തെ ബാദൽ എന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡ്സ് ചെണ്ട കൊട്ടുന്നു എന്നാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ വലിയ സൗണ്ട് ഉണ്ടാകുന്നു. എന്താണ്? ഇടിമുഴക്കം ഉണ്ടാകുന്നു. ഇടിമുഴക്കവും മിന്നലും ഒക്കെ ഉണ്ടാകുന്നു. ഈ ഇടിമുഴക്കം ഉണ്ടാകുന്നതിനാണ് ഇവിടെ കവി ചെണ്ട കൊട്ടുന്നു, ക്ലൗഡ്സ് ചെണ്ട കൊട്ടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. रह रह कर छत पर आ जाते, फिर चुपके ऊपर उड़ जाते, कभी कभी जिद्दी बन करके बाढ़ नदी नालों में लाते, फिर भी लगते बहुत भले हैं मन के भोले भाले बादल. ഛത്ത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മേൽക്കൂര. ആജാന വരിക, ചുപ്കേസെ ശബ്ദനായിട്ട് മിണ്ടാതെ, ഊപ്പർ മുകളിൽ, ഉഡ്ജാന പറക്കുക, കബി കബി ചിലപ്പോഴൊക്കെ, സിദ്ധി ബൻകർക്കെ എന്ന് പറഞ്ഞാൽ ശാഠ്യം പിടിച്ചുകൊണ്ട്, ബാഡ് വെള്ളപ്പൊക്കം, ഫ്ലഡ്, ബഹുത് ബലേഹ എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിട്ട് തോന്നുന്നു. രഹ രഹകർ ഛത് പർ ആ ജാത്തെ, വീണ്ടും വീണ്ടും വീടിൻ്റെ മുകളിൽ വരുന്നു, വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വരുന്നു. ക്ലൗഡ് വന്നിട്ട് മഴ പെയ്യിക്കുന്നു. ഫിർ ചുപ്കെ ഊപ്പർ ഉഡ് ജാത്തെ, എന്നിട്ട് മിണ്ടാതെ മുകളിലോട്ട് പറന്നു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും വീടിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വന്നിട്ട് ക്ലൗഡ്സ് മഴ പെയ്യിക്കുന്നു, എന്നിട്ട് മിണ്ടാതെ മുകളിലോട്ട് പറന്നങ്ങ് പോകുന്നു. കബി കബി സിദ്ധി ബൻകരക്കെ, ചിലപ്പോഴൊക്കെ ശാഠ്യം പിടിച്ചുകൊണ്ട്, ബാഡ് നദി നാലോമേലാത്തെ, നദികളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നു, ഫ്ലഡ് ഉണ്ടാക്കുന്നു. ഇവിടെ കവി എന്താണ് പറയുന്നത്? ചിലപ്പോഴൊക്കെ ക്ലൗഡ്സ് ശാഠ്യം പിടിക്കുന്നു, എന്നിട്ട് ഒരുപാട് മഴ പെയ്യിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും വെള്ളപ്പൊക്കം ഉണ്ടാകും. നദിയിലെ വെള്ളം നിറഞ്ഞൊഴുകി ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കുമൊക്കെ വരുന്നു. അത് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. ഫിർ ബി ലഗത്തെ ബഹുത് ബലേ, എന്നാലും ഈ ക്ലൗഡ്സ് നല്ലതായിട്ടാണ് തോന്നുന്നത്. മൻകെ ഭോലെ ഭാലെ ബാദൽ, മനസ്സുകൊണ്ട് നിഷ്കളങ്കനായ ക്ലൗഡ്സാണ്. മനസ്സുകൊണ്ട് മേഘങ്ങൾ പാവമാണെന്നാണ് കവി പറയുന്നത്. കവിയുടെ പേരെന്താണ്? കൽപനാഥ് സിംഗ്.